അറിയാമല്ലോ ലിഷോയി, കാരണം ജാക്കറ്റ് ഇട്ടിരിക്കുന്നു, ഗ്ലൗ ഇട്ടിരിക്കുന്നു, മുഖംമൂടി ധരിച്ചിരിക്കുന്നു, ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ സമർത്ഥമായ തെളിവുകൾ നശിപ്പിക്കുക, ഫിംഗർ പ്രിന്റ് ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ CCTV വിഷ്വൽസ് പരിശോധിക്കുക. നാഷണൽ ഹൈവേ പറഞ്ഞ പോലെ 200 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈവേയിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിർത്തി വിട്ട് കഴിയാൻ പാടില്ല ലിഷോയി. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്ക് ജീവനക്കാരിൽ നിന്നും ഒരു അനൗദ്യോഗികമായ ഒരു കണക്ക് പ്രകാരം 15 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അനൗദ്യോഗിക കണക്കാണ്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷേ ബാങ്ക് ജീവനക്കാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ നമ്മളോട് ഇപ്പോൾ പങ്കുവെച്ചത്. എന്തായാലും 15 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്കും ഒരു വ്യക്തത വരണമെങ്കിൽ, അത് കൃത്യത വരണമെങ്കിൽ അതിൻ്റെ കണക്കെല്ലാം തന്നെ കൃത്യമായി നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതാണ് ഒടുവിൽ ബ്രജീഷ് ചോദിച്ചതിൻ്റെ ഉത്തരം. അതായത് ഈ മോഷണം നടത്തി വളരെ 15 ലക്ഷം രൂപയൊക്കെ എന്ന് പറയുമ്പോൾ ബാഗിൽ ഇട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയ്ക്കും തുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബാഗിൽ കൊണ്ടുപോയ തുക ഒരുപക്ഷെ അതിൽ 15-നും 10-നും 20-നും ഇടയ്ക്ക് ആയിരിക്കാമെന്നാണ് നേരത്തെ ഒരു അഭ്യൂഹം പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഈ ഭാഗത്താണ് ഈ CCTV ദൃശ്യങ്ങൾ, നമ്മൾ ആദ്യം കണ്ട CCTV ദൃശ്യങ്ങൾ കൃത്യമായി ആ മോഷ്ടാവ് വരുന്നത്. ആ മോഷ്ടാവ് ഇവിടെ വന്ന് സ്കൂട്ടർ വെച്ച ശേഷമാണ് ഈ ബാങ്കിനകത്തേക്ക് കടന്നത്. ബാങ്കിനകത്തേക്ക് കടന്നതിന് ശേഷം രണ്ടാമത് ഞാൻ അയച്ച CCTV ദൃശ്യങ്ങൾ, രണ്ടാമത് ആ ബാങ്കിലെ ജീവനക്കാരുമായി ഈ മോഷ്ടാവ് സംസാരിക്കുന്നതാണ്, അവരെ ഭീഷണിപ്പെടുത്തുന്നതാണ്, അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ അതിലുണ്ട്. അതിനുശേഷം ഇവരെ ആ വാഷ്റൂമിനകത്തേക്ക് കൊണ്ടുപോവുകയും പുറത്ത് നിന്ന് ആ വാതിൽ പൂട്ടുകയും ചെയ്തു. അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അയാൾ ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ല് തകർത്തതും ആ ക്യാഷ് കൗണ്ടറിനകത്തേക്ക് പ്രവേശിക്കുന്നതും പിന്നീട് അയാൾ കൊണ്ടുവന്ന ബാഗിനകത്തേക്ക് ഈ പണം ഇടുകയും പിന്നീട് ആ ബാഗുമായി ഉടനടി തന്നെ തിരിച്ച് ഇതേ ഇടത്തേക്ക് തന്നെ എത്തിയ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഈ ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരുപക്ഷെ ഹൈവേയിലേക്ക് ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതെല്ലാം തന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയാനായി റൂറൽ SP പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പട്ടാപ്പകൽ ബാങ്കിലെ ജീവനക്കാരെ ബന്ദിയാക്കിക്കൊണ്ട് മോഷണം നടത്തുക എന്നുള്ളത്. ലിഷോയി, കേരളം ഞെട്ടലോടെ കാണുന്ന വിവരങ്ങളാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്രൈം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പട്ടാപ്പകൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ട് 15 ലക്ഷത്തോളം രൂപ കവർന്നുകൊണ്ട് പോവുക. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന അത്ഭുതത്തോടു കൂടി മാത്രമേ ആളുകൾക്ക് കാണാൻ കഴിയൂ. എന്തായാലും ദൃശ്യങ്ങൾ കൃത്യമായി വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ സ്കൂട്ടറിൽ എത്തുന്നു, ബാങ്കിനുള്ളിൽ കയറുന്നു, രണ്ടുപേരെ ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിലിട്ട് പൂട്ടുന്നു, ക്യാഷ് കൗണ്ടറിൽ കയറുന്നു, അവിടുന്ന് പൈസ എടുക്കുന്നു, ഇയാൾ പോകുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് നടപ്പാക്കിയ ഒരു കൊള്ളയാണ്. പക്ഷേ അതിവേഗത്തിൽ തന്നെ ഒരുപക്ഷെ പോലീസിന് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞേക്കും എന്നാണ് ഈ ദൃശ്യങ്ങളൊക്കെ നൽകുന്ന സൂചന. കാരണം പലയിടങ്ങളിലുമുള്ള CCTV ക്യാമറ വിഷ്വലുകളൊക്കെ പോലീസ് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ ഊർജിതമായി വളരെ വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പട്ടാപ്പകൽ ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിലെത്തി ഒരാൾ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷത്തോളം രൂപ കവരുന്നു എന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ഇതുപോലെ ഒരു കവർച്ച ലിഷോയ്, കൃത്യമായി ഏത് സമയത്താണ് ഈ കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് എത്തുന്നത്? എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ രണ്ടുപേരെ അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും ആരുടെയും ഭാഗത്തുനിന്നുണ്ട്? എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട്. സ്വാഭാവികമായിട്ടും കത്തി കാണിച്ച ഒരാൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ പിന്മാറുകയല്ലാതെ തരമില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് എന്തിനും ഏതിനും വെട്ടിക്കൊല്ലുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആളുകൾ പിന്മാറിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ ബാങ്കിൽ ആ സമയത്ത് ഈ കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് കൃത്യം എത്ര പേരുണ്ടായിരുന്നു? എത്ര സമയം ഇയാൾ ആ ബാങ്കിൽ ചെലവഴിച്ചിട്ടുണ്ട്? വളരെ കുറച്ച് സമയം മാത്രമേ ഈ ബാങ്കിൽ ചിലവഴിച്ചിട്ടുള്ളൂ. അതായത് ഈ മോഷ്ടാവ് ഇവിടേക്ക് എത്തുന്ന സമയം 2 പേർ മാത്രമാണ് ഈ ഓഫീസിൽ, അതായത് ഈ ബാങ്കിനകത്ത് ഉണ്ടായിരുന്നത്. ഒരാൾ ജീവനക്കാരനും മറ്റൊരു മാനേജറും മാത്രമാണ്. 2 ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 ജീവനക്കാരിൽ ഒരാളെയാണ് ആദ്യം ഈ മോഷ്ടാവ് വന്ന് പണം ചോദിക്കുന്നത്. പണം ചോദിച്ച സമയത്താണ് ബാങ്ക് മാനേജർ ഭക്ഷണം കഴിക്കുകയായിരുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ബാങ്ക് മാനേജർ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന തൊട്ട് മുൻപ് വാഷ്റൂമിൽ പോയി പുറത്തേക്ക് ഇറങ്ങുന്ന
പുറത്തിറങ്ങുന്ന സമയത്താണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഈ 2 പേരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ 2 പേരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും തിരികെ ആ റൂമിനകത്തേക്ക് തന്നെ, അതായത് വാഷ്റൂമിനകത്തേക്ക് തന്നെ കയറാനായി ഇയാൾ പറയുകയും ഇവർ ആ സമയത്ത് പ്രതിരോധിക്കാൻ നിന്നില്ല. കാരണം ആയുധവുമായാണ് മോഷ്ടാവ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനായി നിന്നില്ല. ആയുധവുമായി നിൽക്കുന്ന ആളെ പ്രതിരോധിക്കാതെ ഉടനെ തന്നെ അവർ ആ വാഷ്റൂമിനകത്തേക്ക് തന്നെ കയറുന്നു. ആ സമയത്ത് മോഷ്ടാവ് അകത്തേക്ക് കയറുകയും പിന്നെ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവർ കയറിയ റൂം അത് പൂട്ടിയിടുകയും ചെയ്യുന്നു. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന കസേര ഉപയോഗിച്ചാണ് ഈ ക്യാഷ് കൗണ്ടറിന്റെ ചില്ലടിച്ച് തകർക്കുന്നതും. ചില്ലടിച്ച് തകർത്ത ശേഷം ഈ ക്യാഷ് കൗണ്ടറിനകത്തേക്ക് ഇയാൾ കയറുന്നു. ക്യാഷ് കൗണ്ടറിനകത്തേക്ക് കയറി അവിടെ ട്രേയിൽ വെച്ചിരുന്ന ഈ പണമാണ് പിന്നീട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. അതായത് 2 പേർ മാത്രമാണ് ആ സമയത്ത് ഈ ബാങ്കിനകത്തുണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഇവരെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരാരെങ്കിലും ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുകയോ ചെയ്തോ ജീവനക്കാർ? അതായത് ആ ഒരു സമയത്ത് ഈ വാഷ്റൂമിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ സമയത്ത് അകത്തേക്ക് കയറ്റി ഉടനെ തന്നെ ഇയാൾ പുറത്ത് ഈ മോഷണം നടത്തി ഇറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഈ മോഷ്ടാവ് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതൊക്കെ നടക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നതിന് മുൻപേ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള കാര്യമാണ് നോക്കിയത്. ഉടനടി തന്നെ പോലീസിനെയും ഫോണിലൂടെ തന്നെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. തൊട്ടടുത്തുള്ള കടക്കാരെയൊക്കെ തന്നെ ഇവർ ഇറങ്ങി വന്ന ശേഷം ബഹളം വെച്ചാണ് മോഷണം നടന്നു എന്നുള്ള വിവരം എന്തായാലും എല്ലാവരെയും അറിയിക്കുന്നത്. മറ്റ് ജീവനക്കാരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ്, ബാങ്കിൻ്റെ ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ആ മറ്റ് ജീവനക്കാരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇടപാടുകാരെ ആരും തന്നെ ആ സമയത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളത്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ജീവനക്കാർക്കും ഒന്നും തന്നെ കഴിയാതിരുന്നത്. 2 ജീവനക്കാർ മാത്രമുള്ള സമയത്ത് ആണ് ഇയാൾ കത്തിയുമായി വരുന്നത്. ഇപ്പോൾ ഈ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള കാരണം തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനില്ല. സെക്യൂരിറ്റി ജീവനക്കാരനോ അല്ലെങ്കിൽ മറ്റ് ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ തൊട്ടടുത്ത് തന്നെ ATM ഉണ്ട്, അവിടെയും സെക്യൂരിറ്റി ജീവനക്കാരനില്ല. ഈ ബാങ്കിനും സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരെ ഈ 2 പേരെ ആ മുറിയിലേക്ക് വാഷ്റൂമിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം ഈ വാഷ്റൂം അയാൾ പുറത്തുനിന്ന് പൂട്ടുന്നുണ്ടോ? തീർച്ചയായും അയാൾ, അതായത് ഈ താക്കോൽ ഉപയോഗിച്ചല്ല പൂട്ടുന്നത്. ആ വാഷ്റൂമിന്റെ ഹാൻഡിലിൽ ഒരു കസേര ഉപയോഗിച്ച് തിരികെ കയറ്റിയതോടുകൂടി ഈ വാഷ്റൂം ഉള്ളിൽ നിന്ന് തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ലോക്ക് ആവുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ബഹളം കേട്ടാണ് മറ്റുള്ളവരെല്ലാവരും തന്നെ എത്തുന്നത്. അതിനു മുൻപേ തന്നെ ഈ കസേരയാണ് വെച്ചിരുന്നത്. ആ വാതിലിൽ ശക്തമായി ഇടിച്ചതിനെ തുടർന്ന് കസേര വീണ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞാണെന്നാണ് നേരത്തെ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അങ്ങനെ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്നില്ല. എത്ര പണം പോയി എന്നുള്ളതും അവർക്ക് കൃത്യമായൊരു വ്യക്തത ഉണ്ടാകാതിരുന്നത്. പണം പോയോ എന്ന് പോലും ആദ്യഘട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ബാങ്കിലുള്ള മറ്റുള്ളവരെല്ലാം പുറത്താണോ പോയി ഭക്ഷണം കഴിക്കുന്നത്? അതോ ബാങ്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു? ഇല്ല, മറ്റുള്ളവർ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. ബാങ്കിന് തൊട്ടടുത്ത് ഉള്ള ഇടത്തൊന്നും തന്നെ എന്തായാലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടമൊന്നും തന്നെ ഇല്ല. തൊട്ടടുത്തൊരു ATM കൗണ്ടറാണ്, അതിനപ്പുറത്ത് ഒരു തുണിക്കടയാണ്, അതിനപ്പുറത്ത് ഒരു ഐസ്ക്രീം ഷോപ്പാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്കെല്ലാം തന്നെ നിരവധിയായ ഷോപ്പുകളുണ്ട്. ഈ തൊട്ട് മുൻപിൽ തന്നെ പോട്ട പള്ളിയുണ്ട്. അങ്ങനെ ഇതിന് മുകളിലൊരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു ഇടം കൂടിയാണ്. അവിടെയാണ് ഇത്രയും ധൈര്യത്തോടു കൂടി ഒരു മോഷണം എത്തുകയും ഈ മോഷണം നടത്തുകയും ചെയ്തത്. യാതൊരു വിധത്തിലും ഒരു എതിർപ്പൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടപ്പാക്കി പോകാനായി ഇയാൾ നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.